ബീഹാറിലേക്ക് തന്നെയാണ്. ബീഹാർ എന്ത് വിധിയാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നറിയാൻ ഇനി ഒരു 1.5 മണിക്കൂർ തികച്ചില്ല. 1 മണിക്കൂറും 20 മിനിറ്റും മാത്രമാണ് ബാക്കി. എന്തായാലും ബീഹാറിൽ കൊണ്ടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊപ്പം തന്നെ മീഡിയ വണ്ണും സഞ്ചരിച്ചിരുന്നു. നിരവധി വാർത്തകൾ അവിടെ നിന്ന് എത്തിയിരുന്നു. അവിടെയുള്ള താഴെത്തട്ടിലുള്ള പ്രതിഫലനം എന്താണ്, ഭരണവിരുദ്ധ വികാരമുണ്ടോ, ആർക്കനുകൂലമായി നിൽക്കും തുടങ്ങിയ വളരെ ഗ്രാമീണരായ ആളുകളുടെ വാക്കുകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഒരു വിധിയെഴുത്തുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, ബീഹാറിൽ അത് നടന്ന പ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇന്നത്തെ വിധിയെഴുത്ത് എന്നുള്ളത് കൂടിയാണ്. ഡി ധനസുമോദിലേക്ക് പോവുകയാണ്. ധനസുമോദ്, ബീഹാറിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനം ജാതി സമവാക്യം തന്നെയാണ്. ബീഹാറിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകതയുള്ളത് പിന്നാക്ക വിഭാഗങ്ങളുടെ എണ്ണത്തിലുള്ളൊരു ബാഹുല്യമാണ് ബീഹാറിനൊരു വേറിട്ട സംസ്ഥാനമാക്കുന്നത്. നിരവധി പിന്നാക്ക സമുദായങ്ങൾ, യാദവ വിഭാഗങ്ങളുണ്ട്, കുർമികളുണ്ട്, കുശ്വാഹകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനമൊക്കെ നടത്തുമ്പോൾ ഈ സമുദായങ്ങൾക്ക് അത്യധികം പ്രാധാന്യം നൽകുന്ന രീതിയിൽ വേണം ആ സീറ്റ് വിഭജനം പൂർത്തിയാവുക. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ ധാരാളം അവിടെ നടന്നിരുന്നു. ഇത്തവണ ഈ NDA ആണെങ്കിലും മഹാഗഠബന്ധൻ ആണെങ്കിലും ആ ഒരു സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ വന്നപ്പോൾ എത്രത്തോളം പരിഗണന ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകിയിരുന്നു? സൈഫ്, നമ്മളൊരു ചെറിയൊരു കണക്ക് പരിശോധിച്ചാൽ എത്രത്തോളമാണ് ഈ ജാതി ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. കാര്യം നമ്മളൊരു കിട്ടുന്ന വോട്ടിംഗ് ശതമാനം എത്ര, കിട്ടുന്ന സീറ്റ് എത്ര എന്നുള്ളൊരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ തവണ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. NDAയുടെ ഭാഗമായിട്ടാണ് അയാൾ നിൽക്കുന്നത്, കേന്ദ്രമന്ത്രിയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചു. കാര്യം നിതീഷ് കുമാർ എന്ന നേതാവിനോട് ഇടഞ്ഞാണ് മത്സരിച്ചത്. അതുകൊണ്ട് JDUവിന്റെ സീറ്റുകളിൽ JDUവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചലുണ്ടല്ലോ, ഈ താൻ ചത്തായാലും മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ, അതുപോലത്തെ ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തത്. 24 ലക്ഷം വോട്ടാണ് ചിരാഗ് പാസ്വാന്റെ പാർട്ടി LJP നേടിയത്. പക്ഷെ കിട്ടിയ സീറ്റ് എത്രയാണെന്നറിയാം? ഒരു സീറ്റ് മാത്രം. അതായത് അതേസമയം കുശ്വാഹയുടെ പാർട്ടി ഉണ്ടായിരുന്നു, അവരും സെപ്പറേറ്റ് ആയിരുന്നു മത്സരിച്ചിരുന്നത്. അവർ 7 ലക്ഷം വോട്ടാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അതേസമയം ഇവിടെ HAM ആണെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു, BJPയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. ജിതർറാം മഞ്ചിയാണ് അവിടുത്തെ നേതാവ്, മഹാദളിത് വിഭാഗത്തിലുള്ള ആളാണ്. അദ്ദേഹം നേടിയത് 0.89 വോട്ടുകളാണ് നേടിയത്. പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച സീറ്റുകൾ 4 സീറ്റായിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ഈ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള ഒരു ധാരണ ഇത്തവണ എല്ലാ മുന്നണികൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്ര വലിയ പ്രശ്നമുണ്ടായാൽ പോലും ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടിനെയും LJPനെയും കുശ്വാഹയെയും ഒരുമിച്ച് നിർത്താനും അവർക്ക് 29 സീറ്റ്, 4 സീറ്റ്, 5 സീറ്റ്, ആ തരത്തിലുള്ള ഒരു സീറ്റ് നൽകാനായിട്ട് ഇവർ തയ്യാറായത്. കാരണം ഇവിടെ ഒരു ജാതി സമവാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. കാര്യം ഇപ്പോൾ ബ്രാഹ്മിൺ വോട്ട് അല്ലെങ്കിൽ ഈ അപ്പർ കാസ്റ്റിന്റെ വോട്ട്, അത് ഒരു BJP ഏത് സംസ്ഥാനത്തിലായാലും അവരൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കരുതുന്നതാണ്. കാര്യം പ്രത്യേകിച്ച് രാജസ്ഥാൻ ആയാലും ഉത്തർപ്രദേശ് ആയാലും അവരുടെ മധ്യപ്രദേശിലായാലും അവരുടെ ഒപ്പം നിൽക്കുന്ന അവരുടെ രാഷ്ട്രീയം എപ്പോഴും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമായതുകൊണ്ട് ഈ മേൽജാതിക്കാർക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് അത് ഇവിടെ BJPക്ക് തന്നെയായിരിക്കും കിട്ടുക. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ കുർമിസ്ഥാൻ എന്നാണ് നിതീഷ് കുമാറിന്റെ ഭാഗത്തെ ആ ഏരിയയെ കൂടുതലും ആ ജില്ലയെ, പ്രത്യേകിച്ച് നളന്ദ തുടങ്ങിയ ജില്ലകളെ പറയുന്നത്. അതായത് ആ കുർമി വിഭാഗത്തിന്റെ ഒരു OBC വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അതുകൊണ്ട് കേവലം ഒരു ഹിന്ദുത്വ വോട്ട് കൊണ്ട് മാത്രം അവിടെ ജയിക്കാൻ പറ്റില്ല. കാര്യം ഈ മേൽജാതിക്കാർ ജനസംഖ്യയിൽ കണക്കെടുത്താൽ കുറവാണ് എന്നുള്ളത് കൊണ്ട്. അതേസമയം ആ OBC വോട്ടുകൾ കൂടി അവർ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് നിതീഷ് കുമാറിനെ ഒപ്പം നിർത്തുന്നത്. മാത്രമല്ല, നിതീഷ് കുമാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ അതീവ ദരിദ്രരായ ആളുകളുടെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കിയത്. അതായത് ഈ യാദവ വോട്ട് ബാങ്ക് വളരെ ശക്തമായി ഇവരുടെ ഒപ്പം നിൽക്കുകയായിരുന്നു, RJDയുടെ ഒപ്പം നിൽക്കുകയായിരുന്നു. RJDയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മൈ എന്നാണ് പറയുന്നത്. അതായത് MY, മുസ്ലിം, യാദവ, ഈ 2 വോട്ട് ബാങ്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ 15 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ സമൂഹത്തിന്റെ സാമൂഹ്യ മേഖല, സർക്കാർ വിഭാഗം എല്ലായിടത്തും വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ യാദവ വിഭാഗത്തിനായിരുന്നു നേടിയിരുന്നത്. അതോടുകൂടി ഈ യാദവരും യാദവേതരും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ യാദവരെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട്, യാദവരെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ വോട്ടുകളും സമാഹരിക്കാനായിട്ട് നിതീഷ് ശ്രമം തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ
യാദവ ഇതര വോട്ടുകൾ അദ്ദേഹം മഹാദലിത് വിഭാഗത്തെ കൊടുക്കുന്നു, അവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്നു, അവർക്ക് പ്രത്യേകം സംവരണം കൊടുക്കുന്നു. ആ തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ കണക്കിലെടുത്തു കഴിയുമ്പോൾ ഒറ്റ സമുദായം തിരിച്ചു കണക്കെടുക്കുമ്പോൾ ഒരു സമുദായം എന്ന രീതിയിൽ യാദവർക്ക് അവിടെ മുന്നോക്കമുണ്ടെങ്കിൽ പോലും ഈ യാദവർക്ക് എതിരായിട്ടുള്ള ബാക്കി എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്താനായിട്ട് നിതീഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിതീഷ് കുമാറിന് കഴിഞ്ഞ തവണ ഈ 43 സീറ്റുകൾ നേടുമ്പോൾ, ഈ 43-53 ഈ സീറ്റുകൾ നേടുമ്പോൾ പോലും അതിന്റെ ഒരു ഇരട്ടിയോളം BJPക്ക് അവിടെ സീറ്റുണ്ടെങ്കിൽ പോലും നിതീഷ് കുമാർ അല്ലാതെ മറ്റൊരു മുഖത്തിന് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. ഈ തരത്തിലുള്ള ഒരു ജാതി മത സമവാക്യങ്ങൾ വളരെ കൃത്യമായി പാലിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ബീഹാർ. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് നിർണയം വന്നു കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായി പരിഗണിച്ചത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സ്ഥാനാർത്ഥികളെ തന്നെയായിരുന്നു. ഇപ്പോൾ ജനസുരാജ് പാർട്ടി അദ്ദേഹം സ്ഥാപകൻ പ്രശാന്ത് കിഷോർ അദ്ദേഹം ബ്രാഹ്മണ വിഭാഗത്തിൽ ഉള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം സീറ്റ് കൊടുത്തിരിക്കുന്നത് കൂടുതലും ഈ മഹാദലിത് വിഭാഗത്തിലുള്ളവർ, അവരുടെ സ്ത്രീകളായിട്ടുള്ളവരെ, OBC വിഭാഗത്തിലുള്ളവർക്കാണ് കൂടുതലും സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജാതി മത സമവാക്യം തെറ്റിച്ചാൽ ബീഹാറിൽ അടി തെറ്റും എന്നുള്ളത് മുൻ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പാർട്ടിക്കാർ പാഠം പഠിച്ചിരിക്കുന്നത്.